ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. ഇനി സ്കൂളൊക്കെ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടിയേ നമ്മളെ മക്കൾ നമ്മുടെ കൂടെ കളിച്ച് ഉല്ലസിച്ച് നടക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്കുള്ള തിരക്കായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ എവിടേക്കുമല്ല, ഞങ്ങൾ ഊട്ടിയിലേക്കാണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 5 മണിക്ക് തന്നെ കാറിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നേരത്തെ ഞങ്ങൾ എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ ഞങ്ങൾ സ്കൂൾ പൂട്ടിയിട്ട് ഇപ്രാവശ്യം ഗുരുവായൂരൊന്നും പോയിട്ടില്ല. ഭയങ്കര ചൂടും ഒക്കെ ആയിരുന്നല്ലോ, വെയിലും ചൂടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എവിടേക്കും പോകാൻ തോന്നിയിട്ടില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും മഴയൊക്കെ ആവും, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. മറ്റേത് സ്കൂൾ പൂട്ടിലൊക്കെ ഞങ്ങൾ എപ്പോഴും ഗുരുവായൂർ പോയി പോരും. പ്രാവശ്യം അത് പോയിട്ടില്ല, ഇനി പോകണം. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെയാണിത്. ഊട്ടിയിലുള്ള ഏതാനും സ്ഥലങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒക്കെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ വ്യൂ കാണുമ്പോൾ പിന്നെ പറയും മക്കൾ, അമ്മ ഇത് എടുക്കണില്ലേ എന്നൊക്കെ. അപ്പോഴേക്കും കാറൊക്കെ കുറേ നീങ്ങിപ്പോയിട്ടുണ്ടാവും, പിന്നെ അത് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളവിടെ നിർത്തിയൊക്കെ എടുക്കണം. അപ്പോൾ പിന്നെ പിന്നെയും സമയമൊക്കെ വഴുകും. അപ്പോൾ ഞാനിങ്ങനെ പോക്കിലുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്തു. അപ്പോൾ കഴിക്കൽ ഏകദേശമൊക്കെ എല്ലാവരും എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർത്തു പോയത്. അപ്പോഴാണ് പിന്നെ ക്യാമറയൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ചായ കൂടിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അച്ഛനൊക്കെ ഇപ്പോഴേ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. തണുപ്പാണെന്നൊക്കെ പറഞ്ഞ്. തണുപ്പൊന്നുമില്ല, വലിയ ഒരു തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്, അത്ര മാത്രം. ചില സമയങ്ങളിലൊക്കെ ഉള്ളൂ തണുപ്പ്. ഊട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലായിരുന്നു. ചില സമയങ്ങളിൽ മാത്രമാണ് തണുപ്പുണ്ടായിട്ടുള്ളൂ. ഉച്ച സമയത്തൊക്കെ നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു. അപ്പോൾ ചുരമൊക്കെ കയറി ഇങ്ങനെ പോന്നു മുകളിലേക്ക് എത്താറായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ നിർത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ആശ്വാസമായിരുന്നു. കാറിന്ന് ഇടയ്ക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് നിൽക്കാമല്ലോ നമുക്ക്. എന്നിട്ട് ഒറ്റ ഇരിപ്പ് ഇരുന്ന് പോകുമ്പോഴാണ് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തി ഒന്ന് എണീറ്റ് നിൽക്കും. അപ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് നമ്മളെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് എടുത്ത കുറേ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും ഞങ്ങൾ പോന്നു. അപ്പോൾ ഊട്ടിയിലേക്ക് ഏകദേശമൊക്കെ അടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. നമ്മളെ കൂടെ അച്ഛനും അമ്മയും പിന്നെ അനിയൻ്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയത്. എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് ഊട്ടിയിലേക്ക് സാധാരണ ഞങ്ങൾ പോവാറ്. അപ്പോൾ അവർ ആദ്യം താമസിച്ചിരുന്നത് ഊട്ടിയിലായിരുന്നു. അനിയൻ്റെ ഭാര്യയുടെ വീട് അവിടെയായിരുന്നു, ഊട്ടിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് സ്നാക്സ് കഴിക്കാനൊക്കെ ആയിട്ട് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ കണ്ടില്ലേ, വ്യൂ ഒക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഊട്ടി ഫുള്ളായിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ ജയലളിത ഇല്ലേ, ജയലളിതയുടെ കലക്ട്രേറ്റാണ്. ജയലളിത ഇവിടെയാണ് യോഗങ്ങളും പിന്നെ ഓരോ ഇതൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്ന ഒരു മന്ദിരമാണ്, ജയലളിതയുടെ മന്ദിരമാണ്. അപ്പോൾ നമുക്കായിട്ട് തുറന്ന് കിട്ടിയതാണ്. അങ്ങനെ ആരെയും ഇതിലേക്ക് അടുപ്പിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരെ അച്ഛന് നല്ല പരിചയമുള്ളതായതുകൊണ്ട്
നമുക്കിവിടെ കയറാനൊക്കെ പറ്റി. അനിയൻ്റെ ഭാര്യയുടെ അച്ഛന് നല്ല പരിചയമാണ് ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ കയറാൻ പറ്റിയതാണ്. അപ്പോൾ അവിടെ ചെടികൾ പരിപാലിക്കാനും മരങ്ങൾ നോക്കാനും അങ്ങനെ ഇതുപോലെ വെട്ടി റെഡിയാക്കി വെക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് കൊണ്ട് നടക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഇത്രയും ദൂരമുണ്ട് കാറിൽ പോരാൻ. അപ്പോൾ നടന്നു പോരുമ്പോൾ എത്ര ദൂരം ഉണ്ടാവും? ഒരുപാട് ദൂരമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ആ വസതിയിലെത്തി. പിന്നെ അവിടെ ഉള്ള ആളോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ മരം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഫർണിച്ചറുകളായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കണ്ണാടിയാണിത്. അപ്പോൾ അവിടുത്തെ ഓരോ സാധനങ്ങളും അത്രയും വൃത്തിയോടുകൂടി ഒക്കെയാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി മരിച്ചുപോയ ജയലളിതയുടെ വസതിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഫർണിച്ചറൊക്കെ നല്ല അടിപൊളി ഫർണിച്ചേഴ്സാണ്. ഇതൊക്കെ ശരിക്കും മാനിൻ്റെ കൊമ്പാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടന്ന് ഓരോ ഭാഗങ്ങളും കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അവർക്കൊക്കെ ആദ്യമായിട്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. നമ്മളും ആദ്യമായിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ പിന്നെ സ്കൂളിലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഓരോ ഇതൊക്കെ കാണുമല്ലോ. കൊട്ടാരങ്ങളും മൈസൂർ പാലസൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണാമല്ലോ. അപ്പോൾ അവർക്ക് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. ഇപ്പോൾ കണ്ണാടി അങ്ങനെ ഓരോ സംഗതികളുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാവണില്ല. ഇതൊരു ടേബിൾ മാതിരി തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഇതൊരു പാത്രമാണ്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ സെക്ഷനാണ്. ഇത് ഭക്ഷണം കഴിക്കുന്ന ഒരു വഴി ഒരു ഭാഗത്തേക്ക്. അത് വവ്വാലിൻ്റെ തോല് പോലെ തോന്നുന്നുണ്ടല്ലേ. ഇതൊരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നടന്നിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊരു സ്ലോപ്പാക്കിയിട്ടാണ് വഴി. അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ ഒരസി അങ്ങോട്ട് പോവും. അത്രയ്ക്കും സ്ലോപ്പായിട്ടാണ് ആ വഴിയുള്ളത്. മക്കളൊക്കെ ഓടി നടക്കുകയാണ്. നല്ല രസമാണ് അവർക്കൊക്കെ. അപ്പോൾ ഇതാണ് ഊട്ടി. ഫുള്ളായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. നല്ല രസമുള്ള വ്യൂ ആണ്. ചെറിയ ചെറിയ പെട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ് വീടുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയത്. നമ്മൾ വന്ന വഴിക്കല്ല പുറത്തേക്ക് വന്നത്. പിന്നെ ബാക്കിൽ കൂടെയാണ് പോയത്. അപ്പോൾ അവിടെ ഉള്ള ഒരു ഫ്ലവർ ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഫ്ലവർ ഷോയ്ക്ക് വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്നൊന്നും അവർ പറഞ്ഞു തന്നിട്ടില്ല. അതിൻ്റെ ഒരു ചില്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ നോക്കിയത്. ഉള്ളിലേക്കൊന്നും കയറാനുള്ള അനുവാദം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ചെടികളാണ് ഇതൊക്കെ. എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ ഇതിങ്ങനെ കാണുമോ? അവരാ തണുപ്പിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ചെടികളാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് വരുമ്പോൾ കാണുന്ന ഇതാണ്. ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഇങ്ങോട്ട് എത്തും. പിന്നെ നമ്മൾ വന്ന വഴിക്കല്ല പോകുന്നത്. പിന്നെ തിരിഞ്ഞ് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു. ആ ഒരു മന്ദിരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു. അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അവിടെയൊക്കെ കളിക്കലൊക്കെ ആയിരുന്നു. അവർക്ക് പിന്നെ ഇത് കണ്ടാൽ പിന്നെ അവർ വെറുതെ നിൽക്കില്ലല്ലോ. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെയൊക്കെ കളിക്കാനൊക്കെ കൂടി കൊടുത്തു. നല്ല രസമായിരുന്നു. നല്ല അടിപൊളി ഒരു പ്ലേസാണ്. അപ്പോൾ കാണാത്തവർ ഇവിടെ കാണാൻ അനുവാദം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടു പോരണം ഊട്ടിയിലൊക്കെ വരുമ്പോൾ. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു. പിന്നെ കണ്ടത് ഒരു ആദിവാസികളുടെ കോളനിയാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ദൈവമാണത്. അപ്പോൾ അവിടേക്കൊന്നും എൻട്രി ഇല്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചോദിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ഒക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന്. പിന്നെ ഞങ്ങൾ റൂമിലേക്കൊന്നും അപ്പോൾ പോയിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരം ആയിരിക്കുന്നു റൂമിലേക്ക് പോയപ്പോൾ. റൂമിൽ പോയാൽ പിന്നെ ഇവരൊക്കെ സൈഡാവും. രാവിലെ എണീറ്റതല്ലേ. അപ്പോൾ പിന്നെ റൂമിലേക്ക് ഇനിയിപ്പോൾ പോകണ്ട, നമുക്ക് ലാസ്റ്റ് വൈകുന്നേരം ആകുമ്പോൾ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിലെന്തിലൊക്കെ നടക്കുകയായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം. പിന്നെ ഞങ്ങൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്.
അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മഴക്കാറ് ഇങ്ങനെ മൂടി വന്നിരുന്നു കേട്ടോ. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എപ്പോൾ വരുമ്പോഴും മഴയും കൊണ്ടിട്ടേ ഞങ്ങൾ പോരലുള്ളൂ. പറഞ്ഞ പോലെ തന്നെ അന്ന് അതുവരെ വെയിലുണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല ഭയങ്കര മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ പോരാ, അവിടെയുള്ള ചെടികൾ മുഴുവൻ ഒലിച്ചു പോകുന്ന മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ മഴ തുള്ളിയിടൽ തുടങ്ങി. പിന്നെയാണ് അവിടെ തുടങ്ങിയത് മഴ. അപ്പോൾ ജപ്പാൻ ഗാർഡനാണിത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയാത്തവർക്കൊക്കെ ഇത് കാണാം, കണ്ട് മനസ്സിലാക്കാനൊക്കെ. പിന്നെ ഇങ്ങനെ നിറയെ ഫ്ലവറാണ്. നമുക്കിത് ഇവിടുന്ന് കണ്ടാൽ ഇവിടുന്ന് പൂക്കൾ ഇഷ്ടമുള്ളവർക്കൊന്നും നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരാനൊന്നും കഴിയില്ല. അത്രയ്ക്കും ഭംഗിയുള്ള ചെടികളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ തലപ്പ് പൊട്ടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. ഒക്കെ ക്യാമറയിൽ പതിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ കൈയൊന്നും വല്ലാതെ നീളാതെ സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അവിടെ നിന്ന് പോരുകയെന്നറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ സൺ പാർക്കിലാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളൊന്ന് പോയി നോക്കി. ഞങ്ങളെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ സൺ പാർക്കിലാണ് എൻ്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ താമസിച്ചത്. പിന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് ഇത്. ഞങ്ങൾ പിന്നെയാണ് റൂം ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേറെ സ്ഥലത്താണ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ കിടക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ടുള്ളത്. അവരെ കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾ കിടക്കുന്ന റൂമാണ്. ഞാനും മക്കളും കൂടിയും കിടന്നിരുന്ന ഞങ്ങളെല്ലാവരും കൂടി. പക്ഷെ മക്കളൊക്കെ 2 പേര് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെയായിരുന്നു കിടന്നിരുന്നത്. ബാത്റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ള ഒരു റൂമാണ് കിട്ടിയത്. ഇതിൻ്റെ പേരെന്താന്ന് എനിക്കിപ്പോൾ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചോന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മ കിട്ടണില്ല. ആ സൺ പാർക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് തോന്നുന്നു. സൺ പാർക്കിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരിങ്ങോട്ട് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല ആൾക്കാരൊക്കെയാണ് അവിടെയുള്ള മാനേജറും കാര്യങ്ങളും അവിടുത്തെ ഡ്യൂട്ടി ഉള്ള ആൾക്കാരും ഒക്കെ നല്ല സൗകര്യം ചെയ്തു തരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. രാവിലെ കോഫി കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊട്ടിയിലൊക്കെ വന്നാൽ എല്ലാവരും ഇവിടെയൊക്കെ വന്ന് താമസിച്ചാൽ മതി. നല്ലതാണ്. നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. പിന്നെ ഒന്നിനും പോയിട്ടില്ല. പിന്നെ രാവിലെ എണീറ്റ് ഞങ്ങളൊരു 9 മണിയാകുമ്പോഴേക്കന്നെ ഇറങ്ങിയിരിക്കുന്നു. ആദ്യം അനിയൻ്റെ ഭാര്യയുടെ അമ്മ പഠിച്ച കോളേജാണിത്. അപ്പോൾ അവരും അനിയൻ്റെ ഭാര്യയും പഠിച്ചത് ഇവിടെ തന്നെയാണ്. അവർ 2 പേരും പഠിച്ച സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഞങ്ങളും അവിടേക്കൊന്ന് കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടാക്കിയ ഓരോ സംഗതികളും ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ പോയത് ഞങ്ങൾ കർണാട്ടിക് ഇതുണ്ടല്ലോ, കർണാട്ടിക് പാർക്ക് അറിയും, ആ ഒരു പാർക്കിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള വ്യൂ ആണ് ഇതൊക്കെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. എവിടെ ചെന്നാലും 4 കല്ല് കൂട്ടി വെച്ചാൽ അതൊരു ഭംഗിയാണ്. ഊട്ടി എന്ന് പറഞ്ഞ മാതിരി 4 കല്ല് വെക്കും, അതിൻ്റെ ഉള്ളിൽ അവർ ചെടി നട്ടാൽ എന്തൊരു ഭംഗിയാണ് കാണാൻ. അതിങ്ങനെ ബൊക്ക പോലെയാണ് നിൽക്കുക. ഒരു കാലാവസ്ഥേൻ്റെ പ്രത്യേകതയാണ് തോന്നുന്നു അത്. എന്ത് ഭംഗിയാണ് ഓരോ സ്ഥലത്തും. അതെ, ഏത് കുപ്പത്തൊട്ടിയിലും നമ്മൾ നോക്കിയാൽ അവിടെ ഒരു ഫ്ലവർ നല്ല ഇതിൽ വെച്ചിട്ടുണ്ടാവും അവർ. നമ്മളവിടെയൊന്നും എങ്ങനെ ഉണ്ടാക്കിയാലും ഇതുപോലെയൊന്നും ഉണ്ടാവില്ല. അവർ അത്രയും നല്ല സംരക്ഷിച്ചിട്ടാണ് അതൊക്കെ കൊണ്ട് നടക്കുന്നതും. അത് നശിപ്പിക്കാനോ കേടുവരുത്താനോ ഒന്നും അവരാരും മുതിരില്ല. അപ്പോൾ അവിടുത്തെ ഒരു തേയിലത്തോട്ടാണ്. അവിടെയുള്ളൊരു കുളമാണ് ഇതൊക്കെ. അതിൽ നിറയെ മീനുകളുണ്ട്. പലതരത്തിലുള്ള കളറുകളായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ടൊക്കെ ഒന്ന് നിന്നു. കണ്ടില്ലേ, ഓരോ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതിനൊക്കെ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല രസമാട്ടോ കാണാൻ. പക്ഷേ വേറെ ഒരു ജന്തുക്കൾ വന്ന് കൊത്തിക്കൊണ്ടുപോകണതോ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. വലയൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ വലയൊന്നും ഇട്ടിട്ട് ചെറുതായിട്ടൊരു വലയൊക്കെ ഉണ്ട്.
വലിയൊരു വലയൊന്നും ഇട്ടിട്ടില്ല. ജന്തുക്കളൊന്നും കൊണ്ടുപോകണമൊന്നും കാണാനില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കളറായിട്ടുള്ള മീനുകളാണ്. ഇതൊരു വെള്ളം ഇങ്ങനെ വരുന്ന ഒരു പാർക്കാണ്. അത് കുറേ കാലമായി ഇതിങ്ങനെ കിടക്കണു. ഇതുവരെ അത് ഉണ്ടാക്കി. ഞങ്ങൾ ഫസ്റ്റൊക്കെ വന്ന് നോക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇതിങ്ങനെ കടന്നിരുന്നത്. ഇപ്പോഴും അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതിലൂടെയൊക്കെ നടന്ന് ഞങ്ങളിങ്ങനെ കണ്ടു പോന്നു. അപ്പോൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ കൂടെയൊക്കെ നടക്കാനൊക്കെ നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഒരുപാട് പേരുണ്ട് നമ്മളെ കൂടെ നടക്കാനൊക്കെ. പല ഭാഷയിലുള്ള ആൾക്കാരാണെന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാൽ അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. തമിഴ് മനസ്സിലാവുന്നവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ നമുക്ക് അങ്ങോട്ട് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പാലുണ്ട്, തൂക്കുപാലാണ്. ആ തൂക്കുപാലത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മേലോട്ട് കയറി പോകുന്നത്. അങ്ങനെ ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നാൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് കയറാതെ നമുക്ക് അപ്പുറത്തേക്ക് എത്താം. അപ്പോൾ ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് പലതും കാണാം. താഴത്തേക്ക് നോക്കുമ്പോൾ ആകെ ഒരു തലമിന്നലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള കടകളാണ് ഇതൊക്കെ. ചെറിയ ചെറിയ കടകളാണ്, വലിയ ഉയരം ഒന്നുമില്ലാത്ത. നമ്മളെ നാട്ടിലൊന്നും ഇതുപോലത്തെ കടകളൊന്നും കാണില്ലല്ലോ അല്ലേ. ഇത് എത്ര ചെറിയ കടകളാണറിയോ. അപ്പോൾ ഒരുപാട് കടകളും ആളുകളും ഒക്കെ ആയിട്ട് തിക്കും തിരക്കുമായിട്ടുള്ള ഒരു അങ്ങാടിയാണിത്, ടൗണാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തന്നെ വന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി, ഞങ്ങൾ പോരാനുള്ള പരിപാടിയൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെയൊക്കെ പിടിച്ചിരുത്തിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. ഒത്തിരി സന്തോഷം തന്നൊരു യാത്രയായിരുന്നു. ഈ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.